കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. അപകടം നടന്ന് 2.5 മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിന്റെ മൃതദേഹം പോലും കണ്ടെത്താൻ സാധിച്ചത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ജൂലൈ 3 മകളുടെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതായിരുന്നു വൈക്കം സ്വദേശിനിയായ ബിന്ദു എന്ന വീട്ടമ്മ. മകളെ ഭർത്താവിനൊപ്പമാക്കി ബിന്ദു ശുചിമുറിയിലേക്ക് കയറി. പിന്നെ കേരളം കേട്ടത് മനുഷ്യ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ദുരന്ത വാർത്ത. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. മൊത്തത്തിൽ പോയോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സ് മുതൽ മന്ത്രിമാർ വരെ നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലത്തെത്തി. എന്നാൽ തിരച്ചിൽ ഊർജിതമായത് മണിക്കൂറുകൾക്ക് ശേഷം. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം ലഭിക്കുന്നത് 2.5 മണിക്കൂർ കഴിഞ്ഞ്. നമ്മുടെ സിസ്റ്റത്തിന്റെ വലിയ വീഴ്ചകളിലൊന്ന്. ഒരു വർഷങ്ങൾക്കിപ്പുറം അപകടം നടന്ന പഴയ സർജിക്കൽ ബ്ലോക്ക് പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ വൈദ്യുതി കേബിളുകൾ നീക്കം ചെയ്യുന്ന ജോലിയാണ് നടക്കുന്നത്. 4 മാസം കൊണ്ട് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കും. അതേസമയം OPയിൽ നിന്ന് വാർഡുകളിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്ന ഇടനാഴി പകരം സംവിധാനം ഉണ്ടാകുന്നതുവരെ തുടരും. അപകടാവസ്ഥയിലായ കെട്ടിടം 58 വർഷങ്ങൾക്ക് മുൻപ് പണിതതാണ്. ആശുപത്രിയുടെ ആരംഭകാലത്ത് പണിത 3 കെട്ടിടങ്ങളിൽ ഒന്ന്. അപകടം നടന്ന കെട്ടിടം സുരക്ഷിതമല്ലെന്ന് 13 വർഷങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നതാണ്. എന്നാൽ നമ്മുടെ ഭരണ സംവിധാനം അന്നൊന്നും തന്നെ ഒരു നടപടിയും എടുത്തില്ല. ഒടുവിൽ നടപടിയെടുക്കാൻ ബിന്ദുവിന് തൻ്റെ ജീവൻ ബലി നൽകേണ്ടി വന്നു. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.